ഏതെങ്കിലും ഒരു മരുഭൂമി മനസ്സിൽ ആലോചിക്കാൻ പറഞ്ഞാൽ ഭൂരിഭാഗം പേരും ആദ്യം ഓർക്കുന്നത് സഹാറ മരുഭൂമിയായിരിക്കും. ഇന്ന് ഭൂമിയിലെ ഏറ്റവും വലിയ മരുഭൂമിയാണ് സഹാറ. മുഴുവൻ മണൽക്കൂനകൾ നിറഞ്ഞ വറ്റി വരണ്ട ചുട്ടുപഴുത്ത മണലാരണ്യങ്ങളുടെ വെറുമൊരു പാഴ്നിലം. ഇവിടെ ആകെ കാണാൻ കഴിയുന്ന ജീവി എന്നത് ഈ മണൽക്കൂനകൾക്കിടയിലൂടെ പതിയെ പതിയെ നടന്നു നീങ്ങുന്ന കുറച്ച് ഒട്ടകങ്ങളെയാണ്. ഇതൊക്കെയായിരിക്കും സഹാറയെക്കുറിച്ച് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് തെളിയുന്ന സഹാറയുടെ ചിത്രം. കാരണം അതാണ് സഹാറയിൽ നോക്കുമ്പോൾ ഇന്ന് നമുക്ക് പൊതുവെ കാണാൻ സാധിക്കുന്നത്. എന്നാൽ കാലങ്ങൾക്ക് മുന്നേ പുരാതന കാലത്തിൽ ജീവിച്ചിരുന്ന മനുഷ്യർ കണ്ട സഹാറ തികച്ചും വ്യത്യസ്തമായിരുന്നു. അവർ കണ്ടത് മുഴുവൻ പച്ചപ്പ് നിറഞ്ഞ സഹാറയാണ്. ഈ മണൽക്കൂനകൾ നിറഞ്ഞ സഹാറ മരുഭൂമി പണ്ട് മുഴുവൻ സസ്യജാലങ്ങളും ജീവിവർഗങ്ങളും കൊണ്ട് നിറഞ്ഞ മനോഹരമായ ഒരു വനപ്രദേശമായിരുന്നു. ആ കാലഘട്ടത്തിൽ സഹാറ എങ്ങനെയായിരുന്നുവെന്നും പിന്നീട് എങ്ങനെയാണ് ഇന്നത്തെ പോലെ മുഴുവൻ വറ്റി വരണ്ട മരുഭൂമിയായി മാറിയതെന്നും നമുക്ക് നോക്കാം. നമുക്ക് ചുറ്റുമുള്ള മനോഹരമായ കാഴ്ചകൾ ഇന്ന് നമ്മൾ മൊബൈൽ ഫോണിൽ പകർത്തി വെക്കുന്നത് പോലെ പുരാതന കാല മനുഷ്യരും അവർക്ക് ചുറ്റും കണ്ടിരുന്ന കാഴ്ചകളും പകർത്തിയിരുന്നു. പക്ഷെ അന്ന് അവർക്ക് മൊബൈൽ ഫോണൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് അവർ കണ്ടിരുന്ന കാഴ്ചകൾ അവർ ചുമരിൽ വരച്ചു വെക്കുകയാണ് ചെയ്തിരുന്നത്. നോർത്ത് ആഫ്രിക്കയിൽ ജീവിച്ചിരുന്ന പ്രാചീന മനുഷ്യരും അങ്ങനെ തന്നെ ചെയ്തിരുന്നു. 1800കളിൽ സഹാറയിൽ പര്യവേഷണം നടത്താൻ വന്ന ഒരു കൂട്ടം ജർമ്മൻ ദേശപര്യവേഷകർ ഈ ചുമർ ചിത്രങ്ങൾ യാദൃച്ഛികമായിട്ട് കാണാനിടയായി. പാറകളിൽ ചിത്രീകരിച്ചിരിക്കുന്ന സഹാറയുടെ വർണ്ണനയും അവർ ചുറ്റും കാണുന്ന സഹാറയും തമ്മിലുള്ള രാപ്പകൽ വ്യത്യാസം കണ്ട് അവർ ശരിക്കും അത്ഭുതപ്പെട്ടുപോയി. ആ ചിത്രങ്ങളിൽ നോക്കുമ്പോൾ അതിനിന്നത്തെ സഹാറയുമായിട്ട് യാതൊരു ബന്ധവും നമുക്ക് തോന്നില്ല. ജിറാഫുകൾ, ഹിപ്പോപ്പൊട്ടാമസുകൾ, ആനകൾ, അങ്ങനെ ജലാശയങ്ങൾക്ക് സമീപം ജീവിക്കുന്ന ഒത്തിരിയേറെ സവാന ജീവികളുടെ രൂപങ്ങൾ ഈ ചുമർ ചിത്രങ്ങളിൽ ധാരാളം ഉണ്ടായിരുന്നു. അതുമാത്രമല്ല, അന്നത്തെ മനുഷ്യർ കന്നുകാലികളെ വളർത്തുന്നതിന്റെ ചിത്രങ്ങളും അതിലുണ്ട്. ഈ ജീവികളെയൊക്കെ ഇന്നും നമുക്ക് ആഫ്രിക്കയിൽ കാണാൻ സാധിക്കും. പക്ഷേ അത് സഹാറയ്ക്കു കീഴിൽ, അതായത് സൗത്ത് ആഫ്രിക്ക മുതൽ സെൻട്രൽ ആഫ്രിക്ക വരെയാണ് കാണാൻ സാധിക്കുക. അല്ലാതെ ഈ ജീവികളെ ഒന്നും ഇന്നൊരിക്കലും നിങ്ങൾക്ക് നോർത്ത് ആഫ്രിക്കയിൽ, അതായത് സഹാറ മരുഭൂമിയിൽ കാണാൻ പറ്റില്ല. എന്നാൽ ഈ ചുമർ ചിത്രങ്ങൾ വെസ്റ്റേൺ സഹാറ മുതൽ സുഡാൻ വരെ, അതായത് നോർത്ത് ആഫ്രിക്കയിൽ മുഴുവനും നമുക്ക് കാണാൻ പറ്റും. അപ്പുറത്തുള്ള സൗദി അറേബ്യയിൽ വരെ ഈ ചിത്രങ്ങളുണ്ട്. ഈ ചിത്രങ്ങളൊക്കെ വെറുതെ ഒരു ഏകദേശ രൂപമൊന്നും ആയിരുന്നില്ല. പകരം ഓരോ ജീവികളുടെയും രൂപങ്ങൾ വളരെയേറെ കൃത്യമായിരുന്നു. ജീവികളുടെയൊക്കെ വലിപ്പം ചിത്രീകരിച്ചിരിക്കുന്നത് പോലും ശരിക്കും അക്യുറേറ്റ് ആണ്. സൗത്ത് ആഫ്രിക്കയിൽ പോയിട്ട് വന്ന മനുഷ്യർ വരച്ചതാണെന്ന് പറഞ്ഞാൽ പോലും അവർക്ക് ഈ ജീവികളെയൊക്കെ ഇത്രയും സമഗ്രമായും കൃത്യമായും വരയ്ക്കാനാകില്ല. അപ്പോൾ നോർത്ത് ആഫ്രിക്കൻ മനുഷ്യരെല്ലാം ആ ജീവികളെയൊക്കെ സ്ഥിരമായിട്ട് കാണാറുണ്ടെന്ന കാര്യം വ്യക്തമാണ്. അങ്ങനെ സ്ഥിരമായിട്ട് കാണണമെങ്കിൽ അവയെല്ലാം നോർത്ത് ആഫ്രിക്കയിൽ തന്നെ ജീവിച്ചിരുന്നവയുമായിരിക്കണം. അങ്ങനെ ഈ ജീവികളൊക്കെ നോർത്ത് ആഫ്രിക്കയിൽ ജീവിച്ചിരുന്നുവെങ്കിൽ അവയ്ക്ക് ജീവിക്കാനുള്ള സാഹചര്യങ്ങളും പണ്ട് നോർത്ത് ആഫ്രിക്കയിൽ ഉണ്ടായിരുന്നിരിക്കണം. അതായത് പണ്ട് നോർത്ത് ആഫ്രിക്ക മുഴുവൻ വനപ്രദേശങ്ങളായിരുന്നിരിക്കണം. അങ്ങനെയാണ് പണ്ട് സഹാറ പച്ച നിറഞ്ഞ സ്ഥലമായിരുന്നുവെന്ന സംശയം ആദ്യമായിട്ട് ഗവേഷകർക്ക് തോന്നിയത്. ആ സംശയത്തെ തുടർന്നുള്ള ഗവേഷണങ്ങളിൽ നിന്നും ഗ്രീൻ സഹാറ കാലഘട്ടത്തിനെ കുറിച്ച് മനസ്സിലാക്കാനും സാധിച്ചു. ചുമരിലെ വൈരുദ്ധ്യമായ ചിത്രങ്ങൾ കണ്ടെത്തിയ കാലം മുതൽ സഹാറ പണ്ട് പച്ച നിറഞ്ഞതായിരുന്നോ എന്ന് കണ്ടുപിടിക്കാനുള്ള തെളിവുകൾ ഗവേഷകർ നിരന്തരമായി തിരഞ്ഞുകൊണ്ടിരുന്നു. സഹാറയിൽ നിന്നും കണ്ടെത്തിയ പുരാതന കാലത്തെ ജലാശയങ്ങളുടെ അവശേഷിപ്പുകളായിരുന്നു ഇന്ന് വറ്റി വരണ്ട് കിടക്കുന്ന സഹാറ പണ്ട് പച്ചപ്പ് നിറഞ്ഞിരുന്നതിന്റെ ഒരു പ്രധാന തെളിവ്. ഉദാഹരണത്തിന് ടെനർ മരുഭൂമി. ഇത് സഹാറയിലെ സതേൺ ഭാഗത്തിലുള്ള ഒരു സ്ഥലമാണ്. ഇവിടെ പണ്ട് വലിയൊരു കായലുണ്ടായിരുന്നതിന്റെ തെളിവുകൾ കണ്ടെത്തിയിട്ടുണ്ട്. കായലിന്റെ മാത്രമല്ല, മുതലകൾ, മീനുകൾ, ഹിപ്പോകൾ, ആമകൾ, അങ്ങനെ അതിൽ ജീവിച്ചിരുന്ന നിരവധി ജീവികളുടെ ഫോസിൽസും കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ പണ്ട് സഹാറയിൽ നിരവധി കായലുകൾ ഉണ്ടായിരുന്നു. കായലുകൾ മാത്രമല്ല, അവയുമായി ബന്ധപ്പെട്ട സങ്കീർണമായ നദീസംഹിതങ്ങളും ഉണ്ടായിരുന്നു. തീ കൂട്ടുന്ന സ്ഥലങ്ങൾ, വേട്ടയാടാൻ ഉപയോഗിച്ചിരുന്ന ആയുധങ്ങൾ, മറ്റു പലതരം വസ്തുക്കൾ, അങ്ങനെ പണ്ടിവിടെ മനുഷ്യരധിവസിച്ചിരുന്നതിന്റെ തെളിവുകളും ഈ നദീതടങ്ങൾക്ക് സമീപത്തു നിന്നും ലഭിച്ചിട്ടുണ്ട്.
എന്നാൽ ഭൂതത്വശാസ്ത്രജ്ഞരാണ് സഹാറ പണ്ട് പച്ച നിറഞ്ഞതായിരുന്നു എന്നതിന്റെ പ്രധാനപ്പെട്ട ഒരു തെളിവ് കണ്ടെത്തിയത്. അവർ സെഡിമെന്റ് കോഴ്സ് പരിശോധിച്ചപ്പോൾ ഏകദേശം 15,000 വർഷങ്ങൾക്ക് മുൻപ് മുതൽ 5,000 വർഷങ്ങൾക്ക് മുൻപ് വരെയുള്ള കാലഘട്ടത്തിൽ സഹാറയിൽ നിന്നും അറ്റ്ലാന്റിക് സമുദ്രത്തിലേക്ക് പോയിക്കൊണ്ടിരുന്ന മണലിന്റെ അളവ് വലിയ രീതിയിൽ കുറഞ്ഞിരുന്നുവെന്ന് മനസ്സിലായി. മരങ്ങളും ചെടികളും ഒന്നുമില്ലെങ്കിൽ വൻതോതിലുള്ള മണൽ കാറ്റടിച്ച് സമുദ്രത്തിലെത്തും. അതാണ് ഇന്നത്തെ സഹാറയുടെ അവസ്ഥ. സഹാറയിൽ നിന്ന് അറ്റ്ലാന്റിക് സമുദ്രത്തിലേക്ക് മണൽ പോകുന്ന ദൃശ്യം ഇന്ന് നമുക്ക് സാറ്റലൈറ്റുകളിലൂടെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. എന്നാൽ കൂടുതൽ മരങ്ങളും ചെടികളും ഒക്കെ ഉണ്ടെങ്കിൽ കാറ്റിലൂടെ അധികം മണലിന് പറന്നു പോകാനാകില്ല. അപ്പോൾ ഏകദേശം 15,000 വർഷങ്ങൾക്ക് മുൻപ് മുതൽ 5,000 വർഷങ്ങൾക്ക് മുൻപ് വരെയുള്ള കാലത്തിൽ സഹാറയിൽ നിറയെ സസ്യജാലങ്ങൾ ഉണ്ടായിരുന്നുവെന്നാണ് ഈ സെഡിമെന്റ് കോഴ്സ് സൂചിപ്പിക്കുന്നത്. അതുമാത്രമല്ല, ഈ കാലയളവിൽ സെഡിമെന്റ്സിൽ കുടുങ്ങിയിരുന്ന ചെടികളുടെ അവശേഷിപ്പുകൾ പരിശോധിച്ചപ്പോൾ അവയെല്ലാം സവാനകളിലും മഴക്കാടുകളിലുമൊക്കെയുള്ളതുപോലത്തെ സസ്യജാലങ്ങളുടെ അവശേഷിപ്പുകളായിരുന്നു. അല്ലാതെ മരുഭൂമികളിലെ വരണ്ട കാലാവസ്ഥകളിൽ അതിജീവിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ചെടികളായിരുന്നില്ല. മറ്റൊരു കാര്യമെന്നത്, പുരാവസ്തു ഗവേഷകരുടെ നിഗമനത്തിൽ പുരാതന കാലത്തിൽ നോർത്ത് ആഫ്രിക്കയിൽ ഏറ്റവും കൂടുതൽ മനുഷ്യരുണ്ടായിരുന്നത് ഏകദേശം 10,000 വർഷങ്ങൾക്ക് മുൻപ് മുതൽ 5,000 വർഷങ്ങൾക്ക് മുൻപ് വരെയുള്ള കാലഘട്ടത്തിലാണ്. അപ്പോൾ ഏകദേശം 15,000 വർഷങ്ങൾക്ക് മുൻപ് തൊട്ട് സഹാറ ഒരു പച്ച നിറഞ്ഞ സ്ഥലമായി മാറാൻ തുടങ്ങിയിരുന്നുവെന്നാണ് എല്ലാ തെളിവുകളും പറയുന്നത്. ഏകദേശം 5,000 വർഷങ്ങൾക്ക് മുന്നേ അത് വീണ്ടും മരുഭൂമിയായി മാറുകയും ചെയ്തു. ആഫ്രിക്കൻ ഹ്യൂമിഡ് പീരീഡ് എന്നാണ് ഈ 10,000 വർഷങ്ങളുടെ കാലഘട്ടത്തിന് പറയുന്ന പേര്. ഗ്രീൻ സഹാറ എന്നും ഇതിനെ വിശേഷിപ്പിക്കാറുണ്ട്. ഈ കാലഘട്ടത്തിൽ ഇവിടെ ജീവിച്ചിരുന്ന മനുഷ്യരാണ് ചുമരുകളിൽ ഗ്രീൻ സഹാറയുടെ ചിത്രങ്ങൾ വരച്ചുവെച്ചത്. പക്ഷേ എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? സഹാറയിൽ പച്ചപ്പ് നിറയാൻ ഒരൊറ്റ കാരണം മാത്രമല്ല, മറിച്ച് ഒന്നിനു പുറകെ ഒന്നായിട്ട് സംഭവിച്ച ഒരു കൂട്ടം പ്രക്രിയകളുടെ ശൃംഖലയാണ്. മിലാങ്കോവിച്ച് സൈക്കിൾസ് എന്ന പ്രതിഭാസമാണ് എല്ലാത്തിൻ്റെയും ആരംഭം. വളരെ നിസ്സാരമായിട്ട് പറഞ്ഞാൽ, കൃത്യമായ ഇടവേളകളിൽ ഭൂമിയുടെ ഭ്രമണപഥത്തിൽ സംഭവിക്കുന്ന മാറ്റങ്ങളാണ് മിലാങ്കോവിച്ച് സൈക്കിൾസ്. സൂര്യന് ചുറ്റുമുള്ള ഭൂമിയുടെ ഭ്രമണപഥം കൃത്യമായ വൃത്താകൃതിയല്ല, അത് ചെറിയ രീതിയിൽ എലിപ്റ്റിക്കലാണ്. അപ്പോൾ താരതമ്യേന ഭൂമി ഒരു വർഷത്തിൽ ഏതാണ്ട് പകുതി സമയം സൂര്യനു സമീപത്തിലും പകുതി സമയം സൂര്യനിൽ നിന്നും അകലെയുമായിരിക്കും. അങ്ങനെ പറയുമ്പോൾ വേനൽക്കാലത്തിലാകും ഭൂമി സൂര്യനു സമീപത്തിലെത്തുന്നതെന്നായിരിക്കും ഒരുപക്ഷെ നിങ്ങൾ കരുതുന്നത്. എന്നാൽ യാഥാർത്ഥ്യം നേരെ തിരിച്ചാണ്. ഭൂമി സൂര്യനു സമീപത്തിലായിരിക്കുമ്പോഴാണ് നോർത്തേൺ ഹെമിസ്ഫിയറിൽ ശീതകാലം. എന്തെന്നാൽ ഈ സമയത്തിൽ ഭൂമിയുടെ ചരിവ് കാരണം നോർത്തേൺ ഹെമിസ്ഫിയർ സൂര്യനെതിരായും സതേൺ ഹെമിസ്ഫിയർ സൂര്യനു നേർക്കുമായിരിക്കും നിൽക്കുന്നത്. എന്നാൽ ഭൂമിയുടെ ചരിവ് ഏകദേശം 26,000 വർഷങ്ങളുടെ ഇടവേളകളിൽ മാറിക്കൊണ്ടിരിക്കും. ഏകദേശം 15,000 വർഷങ്ങൾക്ക് മുന്നേ ഭൂമിയുടെ ചരിവ് നേരെ തിരിച്ചായിരുന്നു. അതായത് സൂര്യന്റെ സമീപത്ത് വരുമ്പോൾ നോർത്തേൺ ഹെമിസ്ഫിയർ ആയിരുന്നു സൂര്യന് നേർക്ക് നിന്നിരുന്നത്. ഇത് കാരണം അന്ന് നോർത്തേൺ ഹെമിസ്ഫിയറിൽ ഇന്ന് ലഭിക്കുന്നതിനേക്കാൾ 8% കൂടുതൽ സൂര്യതാപം ലഭിച്ചിരുന്നു. സാധാരണഗതിയിൽ ഇങ്ങനെ കൂടുതൽ താപനില ലഭിക്കുമ്പോൾ സ്വാഭാവികമായും ഒരു സ്ഥലം കൂടുതൽ വറ്റി വരണ്ട പ്രദേശമാകേണ്ടതാണ്. എന്നാൽ നോർത്ത് ആഫ്രിക്കയിൽ അതൊരു അനുഗ്രഹമായി മാറുകയാണ് ചെയ്തത്. കാരണം കരഭാഗം സമുദ്രത്തിനേക്കാൾ വളരെ വേഗത്തിൽ ചൂടാകും. വേനൽക്കാലത്തിൽ കരഭാഗം ചൂടാകുമ്പോൾ അതിനു സമീപത്തുള്ള അന്തരീക്ഷ വായുവും അതിനനുസരിച്ച് ചൂടാകും. എന്നാൽ സമീപത്തുള്ള സമുദ്രത്തിന്റെയും അതിനു മുകളിലുള്ള വായുവിന്റെയും താപനില താരതമ്യേന കുറവായിരിക്കും. കൂടുതൽ താപനിലയുള്ള കരയിലെ വായുവിന്റെ സാന്ദ്രത തണുത്ത സമുദ്രത്തിനു മുകളിലുള്ള വായുവിനേക്കാൾ വളരെ കുറവായിരിക്കും. വായു എപ്പോഴും സാന്ദ്രത കൂടിയ സ്ഥലത്തു നിന്നും കുറഞ്ഞ സ്ഥലത്തിലേക്ക് പോകാൻ ശ്രമിക്കും. അപ്പോൾ സമുദ്രത്തിൽ നിന്നും ശക്തമായ കാറ്റ് ആഫ്രിക്കയിലേക്ക് വീശും. അതിലൂടെ സമുദ്രത്തിന് മുകളിൽ തങ്ങി നിൽക്കുന്ന അന്തരീക്ഷത്തിലെ ജലവും ആഫ്രിക്കയ്ക്ക് മുകളിലെത്തും. അങ്ങനെ ആഫ്രിക്കയിൽ മൺസൂൺ കാലമുണ്ടാകും. ഇതേ പ്രതിഭാസം കാരണമാണ് നമ്മുടെ ഇന്ത്യയിലും സമീപത്തുള്ള രാജ്യങ്ങളിലുമൊക്കെ മൺസൂൺ കാലം ഉണ്ടാകുന്നത്. ഇങ്ങനെ മഴ ലഭിക്കാൻ തുടങ്ങിയപ്പോഴാണ് സഹാറയും പച്ചപ്പ് വയ്ക്കാൻ തുടങ്ങിയത്. പക്ഷേ ഇത് വളരെ ചെറിയ തോതിലുള്ള മഴയാണ്. ഈ ചെറിയ മഴ കാരണം മാത്രം സഹാറ മുഴുവൻ മഴക്കാടായി മാറില്ല. അതുകൊണ്ട് തന്നെ ആദ്യം തീരപ്രദേശങ്ങളിലാണ് പച്ചപ്പ് പിടിച്ചത്. ഈ സസ്യവൃക്ഷ ലതാദികൾ ഭൂമിക്കടിയിലുള്ള പരമാവധി ജലവും വലിച്ചെടുക്കും.
എന്നാൽ ചെടികൾ വലിച്ചെടുക്കുന്ന ജലത്തിൽ ഏകദേശം ഭൂരിഭാഗവും യഥാർത്ഥത്തിൽ തിരിച്ച് അന്തരീക്ഷത്തിലേക്ക് തന്നെ അവ പുറത്തുവിടുകയാണ് ചെയ്യുന്നത്. ഇത് കാരണം സഹാറയുടെ ഉള്ളിലേക്കും പതിയെ പതിയെ അന്തരീക്ഷത്തിലൂടെ ജലമെത്താൻ തുടങ്ങി. കൂടുതൽ ജലമെത്തുന്നതിനനുസരിച്ച് കൂടുതൽ ചെടികൾ വളരാൻ തുടങ്ങി. കൂടുതൽ ചെടികൾ വളരുന്നതിനനുസരിച്ച് അന്തരീക്ഷത്തിൽ കൂടുതൽ ജലവുമെത്തി. അങ്ങനെ ഈ ഒരു സൈക്കിൾ കാരണം കൂടുതൽ വേഗത്തിൽ സഹാറയുടെ ഉള്ളിലേക്ക് പച്ചപ്പ് വ്യാപിക്കാൻ ആരംഭിച്ചു. ഈ വ്യാപനത്തിന്റെ ആക്കം കൂട്ടിയത് നോർത്ത് ആഫ്രിക്കയിലുള്ള താഴ്ന്ന പ്രദേശങ്ങളാണ്. എന്തെന്നാൽ ഈ താഴ്ന്ന പ്രദേശങ്ങളിൽ മൺസൂണിലൂടെ ലഭിക്കുന്ന ജലം തങ്ങി നിൽക്കുകയും പതിയെ പതിയെ അവയൊക്കെ ഭീമാകാരമായ കായലുകളായി മാറുകയും ചെയ്തു. ഇന്നത്തെ ആഫ്രിക്കയിൽ നിലനിൽക്കുന്ന ചെറിയൊരു കായലാണ് ലേക്ക് ചാഡ്. ഗ്രീൻ സഹാറയുടെ കാലത്തിൽ ഈ കായലിന് ഇന്നത്തെ കാസ്പിയൻ സീയേക്കാൾ വലിപ്പമുണ്ടായിരുന്നുവെന്നാണ് കരുതുന്നത്. ഇന്ന് ലോകത്തിൽ ഏറ്റവും വലിയ കായലാണ് കാസ്പിയൻ സീ. ഇതുപോലെയുള്ള ബൃഹത്തായ 6 കായലുകളാണ് സഹാറയിൽ അന്നുണ്ടായിരുന്നത്. അതിനു പുറമെ വലിപ്പം കുറഞ്ഞ ഒത്തിരിയേറെ ചെറിയ കായലുകൾ വേറെയും ഉണ്ടായിരുന്നു. ഈ കായലുകളിൽ നിന്നും ധാരാളം നദികൾ രൂപപ്പെട്ടതിലൂടെ നോർത്ത് ആഫ്രിക്കയിൽ മുഴുവൻ ജലം കിട്ടി. അങ്ങനെയാണ് കാലക്രമേണ സഹാറ മുഴുവൻ കാടുകൾ കൊണ്ട് നിറഞ്ഞത്. എല്ലാം മഴക്കാടുകളായിരുന്നില്ല, പകരം ഭൂരിഭാഗവും സവാനകളായിരുന്നു. എന്നാൽ ചില പ്രദേശങ്ങളിൽ ഇടതൂർന്ന് സസ്യജാലങ്ങൾ നിറഞ്ഞു നിന്ന കാടുകളും ഉണ്ടായിരുന്നു. നിർഭാഗ്യവശാൽ എല്ലാത്തിൻ്റെയും തുടക്കമായ മിലാങ്കോവിച്ച് സൈക്കിൾ വീണ്ടും സഹാറയ്ക്കെതിരായി. ഏകദേശം 7000 വർഷങ്ങൾക്ക് മുൻപ് മുതൽ 5000 വർഷങ്ങൾക്ക് മുൻപ് വരെയുള്ള കാലഘട്ടത്തിനിടയിൽ ഭൂമിയുടെ ചരിവ് വീണ്ടും തിരിഞ്ഞു. അങ്ങനെ വീണ്ടും സഹാറ പഴയതുപോലെ മരുഭൂമിയായി മാറി. വീണ്ടും മരുഭൂമിയാകാൻ തുടങ്ങിയപ്പോൾ ഇവിടെ ജീവിച്ചിരുന്ന മനുഷ്യരെല്ലാം പതിയെ നൈൽ നദിക്കും മറ്റ് ജലസ്രോതസ്സുകൾക്ക് സമീപങ്ങളിലും ആശ്രയം തേടി. പണ്ടൊരിക്കൽ സഹാറ മുഴുവൻ പച്ചപ്പ് നിറഞ്ഞിരുന്നുവെങ്കിൽ ഇനി ഭാവിയിൽ വീണ്ടും അവിടെ പച്ചപ്പുണ്ടാകുമോ? ഏകദേശം 70 ലക്ഷം വർഷങ്ങൾക്ക് മുൻപാണ് സഹാറ രൂപം കൊള്ളുന്നത്. ഇത്രയും കാലത്തിനിടയിൽ യഥാർത്ഥത്തിൽ 200-ലധികം തവണ സഹാറയിൽ പച്ചപ്പ് നിറയുകയും തിരിച്ച് മരുഭൂമിയാവുകയും ചെയ്തിട്ടുണ്ട്. അതിൽ അവസാനമായിട്ട് സംഭവിച്ചത് ഏകദേശം 5000 വർഷങ്ങൾക്ക് മുൻപ്. അപ്പോൾ ഇനിയും ആയിരക്കണക്കിന് വർഷങ്ങൾ കഴിയുമ്പോൾ തീർച്ചയായും വീണ്ടും സഹാറ മുഴുവൻ സസ്യജാലങ്ങൾ കൊണ്ട് നിറയും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണമെന്നും ഇതുപോലെ കൗതുകവും വിജ്ഞാനവും നിറഞ്ഞ കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ഓർമ്മിപ്പിക്കുന്നു.